ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരില്ല ലാഹൗല കൊണ്ട് ജീവിക്കുന്ന സമ്പത്തുണ്ടായ ആളാണ് ആര്? തഴവ ഉസ്താദ്. നമ്മളോട് അടുത്തല്ലേ മൂപ്പരുണ്ട്, നമ്മൾ കുറച്ച് കാലം ഇവിടെ നിന്നിട്ടുമുണ്ട്. അദ്ദേഹത്തിന് എന്തോരം സമ്പത്തുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്തായെന്നൊന്നും എനിക്കറിയില്ല. അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ ഇളയ മകനോ ആരാണ്ട് എന്ത് ചെയ്ത് മൂപ്പരൊരു ഇത് ഫയൽ പരിശോധിച്ചപ്പോൾ അതിനകത്തുന്നുണ്ട് ഈ എരുമേനി ഭാഗത്തായിട്ട് അവർക്ക് ഇത്രയുണ്ട് 99 ഏക്കർ സ്ഥലമുണ്ട്. ഇത്ര 99 ഏക്കർ സ്ഥലമുണ്ട്. പിന്നെ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോൾ അതിനകത്ത് 10 ഏക്കർ ആരോ കയ്യേറിയെന്നാലും 89 ഏക്കർ സ്ഥലം അതുണ്ട്. തഴവേൽ ഇഷ്ടം പോലെ അതുണ്ട്. ഓരോ മക്കൾക്കും ഇഷ്ടം പോലെ അതുണ്ട്. തിരിഞ്ഞില്ല. ഇദ്ദേഹത്തിൻ്റെ 600-700 ഷുഗറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. ശ്രീത്രയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുക, എണീറ്റ് നിന്ന് ലാഹൗല ചെല്ലുന്ന കണ്ടപ്പോൾ അന്നത്തെ ഡോക്ടർ മധുസൂദൻ ചോദിച്ചത്രേ, നിങ്ങളെങ്ങനെ നിലനിൽക്കുന്നു? കാരണം നിങ്ങൾ മയ്യത്താവേണ്ട നിലയാണ് എൻ്റെ വൈദ്യശാസ്ത്രം അനുസരിച്ചുള്ളത്. പക്ഷേ മൂപ്പര് പറഞ്ഞു, ഞാൻ ലാഹൗല കൊണ്ട് നിലനിൽക്കുകയാണ്, ലാഹൗല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ലാഹൗല സർവ്വതിൽ നിന്നും മോചനമാണ്, എല്ലാ അപകടത്തിൽ നിന്നും മോചനമാണ്. ലാഹൗല ചൊല്ലിയിട്ട് പുറപ്പെട്ടാൽ പിന്നെ ഒരു അപകടവും അവന് സംഭവിക്കില്ല. പോകുന്ന യാത്ര മൊത്തവും രക്ഷപ്പെട്ടു പോകും. ലാഹൗല പതിവാക്കിയാൽ ചെല്ല്, ലാഹൗല ജീവിതം എപ്പോഴും സ്റ്റൈലാ. മൂപ്പര് പറഞ്ഞതാണ് അന്നത്തെ ഭാഷ. ലാഹൗല ചെല്ലിക്കോ, ജീവിതം സ്റ്റൈലാവും, സമ്പത്തൊക്കെ വരും, ആവശ്യമായതെല്ലാം നമുക്ക് കൊണ്ടുവരും. ഇത് ആര് പഠിപ്പിച്ചതാ? റസൂലുള്ളാഹ് അലി ബിൻ അബീ താലിബ് തങ്ങളോട് പഠിപ്പിച്ചതാണ്. അലി ബിൻ അബീ താലിബ് തങ്ങൾ പിന്നീടുള്ള എല്ലാവർക്കും എന്ത് ചെയ്തു, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ലാഹൗല ചെല്ലാൻ തയ്യാറായാൽ സമ്പത്തൊക്കെ വരും.